ഹായ് ചിക്കരകളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മൾ രാവിലെ തന്നെ എണീറ്റ് കുളിയെല്ലാം കഴിഞ്ഞ് മിറ്റമൊക്കെ ഒന്ന് അടിച്ചെടുക്കണം കേട്ടോ. ചായ കുടിയെല്ലാം കഴിഞ്ഞു കേട്ടോ. അപ്പോൾ ഒന്ന് ഞായറാഴ്ചയല്ലേ, അപ്പോൾ പിന്നെ ആദ്യം തന്നെ മിറ്റമെല്ലാം അടിച്ചിട്ട് ബാക്കി പണികളെല്ലാം ചെയ്യാൻ വിചാരിച്ചു കേട്ടോ. അപ്പോൾ പിന്നെ ഇന്നിപ്പോൾ ഒരുമിച്ച് എല്ലാ പണിയും കൂടെ നമുക്ക് ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ ഫസ്റ്റ് തന്നെ മിറ്റം അടിച്ചെടുത്തിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ മിറ്റമൊക്കെ വേഗം തന്നെ അടിച്ചു. അതിനുശേഷം പിന്നെ നമ്മൾ അടുക്കളയിലൊരു പോട്ട് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ മണ്ണിൽ, അത് വളർന്നേ ഉണ്ടായിരുന്നില്ല കേട്ടോ. അതങ്ങനെ കേട് വന്ന പോലെ. പിന്നെ ഞാൻ അതേ പോട്ടിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ ചെടി വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇങ്ങനെ എന്തെങ്കിലും അവിടെ ഒരു ചെടി വയ്ക്കുമ്പോൾ കാണാനും അതുപോലെ നമുക്കൊരു ഉന്മേഷം ഉണ്ടല്ലോ, അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ വീണ്ടും അവിടെ വേറെ വെള്ളമൊക്കെ നിറച്ചിട്ട് ചെടി വെച്ച് കൊടുത്തിരിക്കുന്നത്. ഈ സമയത്ത് നമ്മുടെ പാഞ്ച് ഉള്ളി വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ അവളോടൊന്ന് വർത്താനം പറഞ്ഞതാണ്. പിന്നെ നമ്മളിനി രാവിലേക്ക് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള കൂട്ടാൻ ഉണ്ടാക്കാൻ പോവുകയാണ് കേട്ടോ. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്തു. അതുപോലെ നമ്മുടെ ഉള്ളി, പച്ചമുളക്, അതുപോലെ നമ്മുടെ ഇഞ്ചി ഇതെല്ലാം കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് രാവിലെ ഇഷ്ടമാണ് കേട്ടോ വെക്കുന്നത്. അപ്പോൾ അതാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്ത് മഞ്ഞൾപ്പൊടിയെല്ലാം ചേർത്തിട്ട് ഒരു 2-3 വിസിൽ അടുപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത്. ഇതാകുമ്പോൾ എന്താ അറിയോ, പെട്ടെന്ന് നമുക്ക് കൂട്ടാനായി കിട്ടും കേട്ടോ. അതുകൊണ്ടാണ് നമ്മളിന്ന് ഇഷ്ടം വയ്ക്കുന്നത്. അങ്ങനെ നമ്മളതവിടെ വേവാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി ഇതവിടെ ഒന്ന് കിടന്നിട്ട് ഒന്ന് വെന്ത് വരട്ടെ കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മൾ ഇന്നലെ അരച്ചിട്ടുള്ള മാവ് ഞാനൊന്ന് എടുത്തിട്ട് വന്നിട്ടുണ്ട്. മാവ് പൊങ്ങിയൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ, കുഴപ്പമൊന്നുമില്ല, പൊങ്ങി വന്നിട്ടൊക്കെ ഉണ്ട്. പക്ഷേ എന്നാലും കറക്റ്റായിട്ട് നമുക്ക് ടേസ്റ്റ് കിട്ടിയില്ല കേട്ടോ. ഇപ്പം എന്താ പറയുക, നമ്മുടെ ഇഡ്ഡലിയുടെ ടേസ്റ്റ് കറക്റ്റായിട്ട് കിട്ടിയിട്ടില്ല. എന്താ പറഞ്ഞാൽ ഒരു കല്ല് പോലെ ഉണ്ടായിരുന്നു, മയം നന്നായിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. എന്താ പറഞ്ഞാൽ ഉഴുന്ന് മാവ് കമ്മിയായിരുന്നില്ലേ, അതുകൊണ്ട് നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല മയം കുറവായിരുന്നു കേട്ടോ. മയം പറയുമ്പോൾ സോഫ്റ്റ് അത് കുറവായിരുന്നു കേട്ടോ. എന്നാലും കുഴപ്പമില്ല, കഴിക്കാം നമുക്ക്. അങ്ങനെ ഞാൻ ഇഡ്ഡലി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുഴപ്പമൊന്നുമില്ല, കഴിക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ ഇഡ്ഡലിക്ക് ഒരു സോഫ്റ്റ്നെസ് ഇല്ല കേട്ടോ. നമ്മുടെ ശരിക്കും സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലിയും അതുപോലെ നമ്മുടെ ഇഷ്ടവും കൂടെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ഇഡ്ഡലി ഇന്ന് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള മാവെല്ലാം തെക്കിയെടുത്ത് അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പെല്ലാം ചേർത്ത് കൊടുത്ത് വെള്ളമെല്ലാം ഒഴിച്ച് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഡ്ഡലിക്കുള്ള മാവ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ മാവില്ലേ, അതായത് ഉഴുന്ന് മാവ് നല്ല സോഫ്റ്റായിട്ടൊക്കെ ഉണ്ട്, നല്ലോണം പൊങ്ങിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് കുറച്ചുകൂടെ മാവ് ക്വാണ്ടിറ്റി കൂടുതൽ കിട്ടും കേട്ടോ. ഇതിപ്പോൾ നമ്മുടെ ഉഴുന്ന് മാവ് പൊങ്ങാത്ത കാരണം നമുക്ക് മാവും കുറവാണ് കേട്ടോ കിട്ടിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഞാനത് അവിടെ എല്ലാം റെഡിയാക്കി വെച്ചു. ഈ സമയം കൊണ്ട് നമ്മുടെ കൂട്ടാൻ്റെ ആവിയെല്ലാം പോയി നമ്മൾ തുറന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് വെറും തേങ്ങ അരച്ചത് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പം നമ്മുടെ കൂട്ടാൻ നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഓഫ് ചെയ്തതിന് ശേഷം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടക്കൂട്ടാൻ റെഡി ആയിട്ടുണ്ട്. 2-3 പ്രാവശ്യമൊക്കെ നമ്മുടെ ഇഷ്ടക്കൂട്ടാൻ്റെ റെസിപ്പി ഇതിൽ കാണിച്ചിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് നമ്മളിതൊന്ന് പറഞ്ഞു പോകുന്നത്. അത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനത് മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഇഡ്ഡലി വെക്കാനുള്ള ഇഡ്ഡലി തട്ട് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിന്ന് നമ്മുടെ തുണി വെച്ചിട്ടുള്ള ഇഡ്ഡലിയാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിനുള്ള തട്ടൊക്കെ എടുത്തിട്ട് വന്നിട്ടുണ്ട്. പിന്നെ തുണിയെല്ലാം നമ്മളൊന്ന് വിരിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വേഗം തന്നെ നമ്മൾ ഇഡ്ഡലി ഉണ്ടാക്കിയെടുക്കാൻ പറഞ്ഞിട്ടാണ്. നമ്മുടെ തുണിയിലൊക്കെ ഉണ്ടാക്കിയെടുക്കുമ്പോൾ ഇഡ്ഡലിക്ക് പ്രത്യേക ടേസ്റ്റാണ് കേട്ടോ. ഈ സമയം കൊണ്ട് നമ്മുടെ ഏട്ടൻ മീൻ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിന്ന് വെക്കുന്നത് മീൻ കൂട്ടാനാണ് കേട്ടോ. അപ്പോൾ അതവിടെ മാറ്റി വെച്ചതിന് ശേഷം പിന്നെ ഞാൻ ഇഡ്ഡലിക്കുള്ള മാവൊക്കെ ഒന്ന് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ഈ തുണിയിൽ ഉണ്ടാക്കുന്ന ഇഡ്ഡലിക്ക് പ്രത്യേക ടേസ്റ്റാണ്. അതും നമ്മളിങ്ങനെ ആവിയിൽ വേവിച്ചെടുക്കുമ്പോൾ കേട്ടോ. അപ്പോൾ ഞാനത് രണ്ടും വേവാൻ അവിടെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് അവിടെ നിന്നിട്ടൊന്ന് വെന്ത് വരട്ടെ കേട്ടോ. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അശ്വിൻ നോക്കാൻ വന്നതാണ് കേട്ടോ, കഴിക്കാനുള്ള ഭക്ഷണം റെഡി ആയിട്ടുണ്ടോ എന്ന്. അപ്പോൾ ഞാൻ ഇപ്പോൾ തരാമെന്ന് പറഞ്ഞ് വേഗം തന്നെ നോക്കിയപ്പോൾ നമ്മുടെ ഇഡ്ഡലിയൊക്കെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊന്ന് മാറ്റി എടുത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ നമ്മൾ സാധാരണ ചെയ്യും പോലെ നമ്മുടെ തുണിയിലായതുകൊണ്ട് കുറച്ച് വെള്ളമെല്ലാം തെളിച്ചതിന് ശേഷം ഇത് നമുക്കൊന്ന് മാറ്റിയെടുക്കാം കേട്ടോ. അപ്പോൾ വേഗം തന്നെ ഞാനതൊന്ന് റെഡിയാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ ഇന്ന് എണീറ്റ് കുറച്ച് നേരമൊക്കെ ഇരുന്നിട്ടാണ് കേട്ടോ നമ്മൾ പണി ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. എപ്പോഴും എണീറ്റതും വേഗം ചെയ്യില്ല. അപ്പോൾ ഇന്നിപ്പോൾ ഞായറാഴ്ചയല്ലേ, അപ്പോൾ അതുകൊണ്ട് ഇന്ന് മെല്ലെയാണ് കേട്ടോ നമ്മുടെ പണിയെല്ലാം സ്റ്റാർട്ട് ചെയ്ത്. എന്നാലും 9 മണിയാകുമ്പോഴേക്കും ഭക്ഷണമൊക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ ഞാൻ വേഗം തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് എടുത്തു മാറ്റി ഒരു തട്ടും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതുള്ള റെഡിയായി വരട്ടെ. അങ്ങനെ നമ്മൾ വേഗം തന്നെ നമ്മുടെ ഇഡ്ഡലിയൊക്കെ ഒന്ന് ഉണ്ടാക്കിയെടുത്തു. അതെല്ലാം ഒന്ന് കാസറോളിലാക്കി കൊടുത്തു. പിന്നെ നമ്മൾ കുറച്ച് കാപ്പി കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. വെള്ളക്കാപ്പിയാണ് കേട്ടോ വെക്കുന്നത്, വെള്ളക്കാപ്പിയല്ല വെള്ള ചായയാണ് കേട്ടോ വെക്കുന്നത്. അതവിടെ നിന്ന് നന്നായി തന്നെ ഒന്ന് തിളച്ച് വന്നപ്പോൾ നമ്മൾ
ചായപ്പൊടിയെല്ലാം ചേർത്ത് കൊടുത്തു. ഇപ്പം നമ്മുടെ കഴിക്കാനുള്ള ഇഡ്ഡലിയും ഇഷ്ടവും അതുപോലെ നമ്മുടെ കാപ്പിയെല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പ്ലേറ്റിലേക്കൊന്ന് വിളമ്പി കൊടുത്തു. ഇപ്പം നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ടിഫിൻ റെഡിയായി എന്ന് പറയുന്നില്ല കേട്ടോ. എന്താ പറയുക, നമ്മുടെ ഇഡ്ഡലിക്ക് നല്ല സോഫ്റ്റ് കുറവായിരുന്നു, പക്ഷേ കറി അടിപൊളിയായിരുന്നു കേട്ടോ. നല്ല സോഫ്റ്റുള്ള ഇഡ്ഡലിയാണെങ്കിൽ നമ്മുടെ ചാറിങ്ങനെ ഒഴിക്കുമ്പോൾ കഴിക്കുന്ന സമയത്ത് നമ്മുടെ ഇഡ്ഡലി വായിലിട്ട് അങ്ങനെ അരിഞ്ഞ് പോകും കേട്ടോ. ഇത് കുറച്ച് കല്ല് പോലെ ആയി കേട്ടോ, നമ്മുടെ ഉഴുന്നുമാവ് പൊങ്ങാത്ത കാരണം. അപ്പോൾ ഞാൻ എന്തായാലും പറഞ്ഞതല്ലേ പറഞ്ഞിട്ട് ഇഡ്ഡലിയും കൂടെ ഒന്ന് ഉണ്ടാക്കി കാണിച്ചാണ് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഭക്ഷണമൊക്കെ കഴിച്ചു. അതിന് ശേഷം വന്നിട്ട് നമുക്ക് കുറച്ച് പാത്രങ്ങൾ കഴുകാനുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ അതൊക്കെ ഒന്ന് വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കണം. ഇനി കുറച്ച് ക്ലീനിങ് പരിപാടിയെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഉച്ചക്കലേക്കുള്ള കുക്കിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, എല്ലാവരും ഒന്ന് വൃത്തിയായിരിക്കുമല്ലോ. അപ്പോൾ നമുക്ക് കുക്കിംഗ് നേരിട്ട് ചെയ്താൽ ഒരു തടസ്സമില്ലാണ്ട് ചെയ്യാലോ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഞാനുള്ള പാത്രമൊക്കെ വേഗം തന്നെ ഒന്ന് കഴുകിയെടുത്തു. അതിന് ശേഷം നമ്മുടെ വെളിയിൽ അടുക്കളയൊക്കെ ഒന്ന് അടിച്ചെടുത്തു കേട്ടോ. പിന്നെ ചാക്കെല്ലാം അവിടെ ഒന്ന് വിരിച്ച് കൊടുത്തു. അങ്ങനെ നമ്മുടെ വെളിയിൽ അടുക്കളയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഞാൻ പിന്നെ എന്താ പറയുക, ഇങ്ങനെയുള്ള ചെറിയ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊരു പ്രശ്നമില്ലല്ലോ. അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് റെഡിയാക്കി കൊടുത്തു. പിന്നെ ഞാൻ വേഗം തന്നെ കൗണ്ടർ ടോപ്പ് തുടയ്ക്കാൻ പോയതാണ് കേട്ടോ. തുടയ്ക്കാൻ പോയി നോക്കുമ്പോൾ നമ്മുടെ വാഷ് ബേസിൻ കുറച്ച് ചളിയൊക്കെ ആയി ഇത്തിരി വൃത്തികേടായിരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ അത് വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കാൻ പറഞ്ഞിട്ട് അത് വേഗം തന്നെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട്. അതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് തുടച്ചെടുക്കുന്നുണ്ട്. അതെല്ലാം തുടച്ചതിന് ശേഷം ഇനി നമ്മൾ എല്ലാവരും ഒന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അടിച്ചെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ഏകദേശം ചെറിയ പണികളെല്ലാം തീർന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഉച്ചയ്ക്കുള്ള കുക്കിംഗ് ചെയ്യണം. അങ്ങനെ ഞാൻ അതെല്ലാം വാരിക്കൊണ്ട് കളഞ്ഞതിന് ശേഷം വേഗം തന്നെ വന്നിട്ട് നമ്മൾ മീൻ വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്തെടുക്കാൻ പറഞ്ഞ് ഉപ്പെല്ലാം ഇട്ട് ആദ്യം ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഉപ്പെല്ലാം ചേർത്ത് നന്നായി തന്നെ കഴുകി നമ്മുടെ ഈ അരിപ്പിയിലേക്ക് മീനൊക്കെ ഒന്ന് വെള്ളം വരാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി അവിടെ ഇരുന്നിട്ടൊന്ന് വെള്ളം വാർന്ന് വരട്ടെ. പിന്നെ അതിന് ശേഷം ഞാൻ പിന്നെ വേഗം തന്നെ ഉച്ചയ്ക്ക് ഉണ്ണാനുള്ള വെള്ളം ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ചോറ്റിനുള്ള വെള്ളം കേട്ടോ. അതൊന്ന് ചൂടായി വരട്ടെ. അതവിടെ ചൂടാക്കാൻ വെച്ചതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയും അതുപോലെ നമ്മുടെ പച്ചമുളകൊക്കെ ഒന്ന് നേരാക്കി എടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴേക്കും തന്നെ നമ്മുടെ വെള്ളം നന്നായി ചൂടായി. അപ്പോൾ നമ്മൾ അരി ഒന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതിനെ അവിടെ കൊണ്ട് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ. ഇനി നമ്മളൊരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കുറച്ച് കുരുമുളക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് കുറച്ച് 1/4 സ്പൂൺ ജീരകം, 1/2 സ്പൂൺ പെരിഞ്ജീരകം, ഇത് മൂന്നും കൂടെ നന്നായി പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 3 അല്ലി ചെറിയുള്ളി, 4 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി ചേർത്ത് നന്നായി തന്നെ ചതച്ചിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ നമ്മുടെ മീൻ എടുത്തിട്ടുണ്ട്. കട്ട്ള മീനും വാങ്ങിയിട്ടുണ്ട്, അതുപോലെ അയില മീനും വാങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ കട്ട്ള മീനാണ് ഇന്ന് വറുത്തെടുക്കാൻ പോകുന്നത്. കട്ട്ള മീൻ എടുത്തതിന് ശേഷം അതിലേക്ക് നമ്മൾ അരച്ചിട്ട് വന്നിട്ട് നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളി അതെല്ലാം കൂടിയുള്ള പേസ്റ്റ് ചേർത്ത് കൊടുത്തു. എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്ത് ഉപ്പ് ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ കറിയെല്ലാം വെച്ച് കഴിയുമ്പോഴേക്കും തന്നെ നല്ല ഉപ്പും എരിവൊക്കെ നന്നായി പിടിച്ച് കിട്ടും നമ്മുടെ മീനിലേക്ക്. അപ്പോൾ ഇതൊക്കെ ആദ്യമേ ചെയ്യേണ്ടതായിരുന്നു കേട്ടോ. പക്ഷേ ഞാൻ ആദ്യം ആ ക്ലീനിങ് ഒക്കെ ഒന്ന് ചെയ്തതിന് ശേഷം ചെയ്യാൻ പറഞ്ഞിട്ടാണ് കേട്ടോ ഇത് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ബാക്കി നമ്മൾ അയില വാങ്ങിയിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ അതിൽ തല കഷ്ണമൊക്കെ നമ്മൾ ചാറ് വെക്കാൻ എടുത്ത് വെച്ചു കേട്ടോ. പിന്നെ എന്താ പറയുക, വാൽ കഷ്ണമൊക്കെ നമ്മൾ എടുത്ത് വെച്ചു. അത് പിന്നെ വറുക്കാൻ പറഞ്ഞിട്ട് ആ സമയം കൊണ്ട് തന്നെ നമ്മുടെ അരിയൊക്കെ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് ഇറക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി വീണ്ടും നമ്മൾ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നേരാക്കി എടുക്കുന്നുണ്ട്, നമ്മുടെ കൂട്ടാൻ വെക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. പിന്നെ അതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കുന്നുണ്ട്. പിന്നെ അതെല്ലാം അരിഞ്ഞതിന് ശേഷം പിന്നെ ഞാൻ മൺചട്ടി വെച്ച് കൊടുത്തിട്ടുണ്ട്. അത് നന്നായി തന്നെ ഒന്ന് ചൂടായി വരട്ടെ കേട്ടോ. അത് നന്നായി ചൂടായതിന് ശേഷം ഞാനതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ നന്നായിട്ട് തന്നെ ഒന്ന് ചിറ്റിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നന്നായി തന്നെ ചൂടായതിന് ശേഷം അതിലേക്ക് ആവശ്യത്തിനുള്ള കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കുറച്ച് ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കൂടെ അരിഞ്ഞത് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിവിടെ കിടന്നിട്ട് നന്നായി തന്നെ ഒന്ന് മൊരിഞ്ഞ് വരട്ടെ. ഈ സമയം കൊണ്ട് നമ്മളിതിലേക്ക് ഒരു അരപ്പുണ്ടാക്കി എടുക്കുന്നുണ്ട്. അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ അത് നന്നായി തന്നെ നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് ചേർത്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഞാനപ്പോൾ ഒരു 1.5 സ്പൂണ് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുത്തിരിക്കുന്നത്. പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. പിന്നെ ഒരു നുള്ള് കടുക് കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് നന്നായി തന്നെ അരച്ചോളൂ കേട്ടോ. അരച്ചുകൊണ്ട് വരിക്കുമ്പോൾ തന്നെ നമ്മുടെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ നന്നായി തന്നെ മൂത്ത് വന്നു. അതിലേക്ക് 2 തക്കാളി ചേർത്ത് കൊടുത്തു. അതിലേക്ക് പിന്നെ നമ്മൾ അരച്ചുകൊണ്ട് വന്നിട്ട് നമ്മുടെ അരപ്പ് കൂടെ ചേർത്ത് കൊടുത്തു കേട്ടോ. എന്നിട്ട് നന്നായി തന്നെ മിക്സ് ചെയ്തെടുത്തു. ആവശ്യത്തിനുള്ള വെള്ളം കൂടെ ചേർത്ത് കൊടുത്തു. പിന്നെ നമ്മൾ പുളിപ്പിന് ആവശ്യമായിട്ടുള്ള
കുടംപുളി കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ കുടംപുളി നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക. എന്താ പറയുക, നമ്മൾ തക്കാളിയൊക്കെ ചേർത്തിട്ടുണ്ടല്ലോ, അതുകൊണ്ട് അതെല്ലാം നോക്കിയിട്ട് ചേർത്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരുപാട് വെള്ളം ഒഴിക്കണ്ട കേട്ടോ. ഒരുപാട് വെള്ളം ഒഴിച്ചാൽ എന്താ പറയുക, ഒരുപാട് ലൂസായി പോയിട്ട് കറി കഴിക്കാൻ ടേസ്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ ഒരു ചാറും അതുപോലെ നമ്മുടെ കഷ്ണവും ഒപ്പത്തിനൊപ്പം നിൽക്കണം കേട്ടോ. അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇനി നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പോൾ നന്നായി തന്നെ തിളച്ച് വന്നിട്ടുണ്ട്. തിളച്ച് വന്നതിലേക്ക് നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അതിന് ശേഷം നമ്മൾ മാറ്റി വെച്ച് നമ്മുടെ മീൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുകൂടെ ചേർത്ത് പിന്നെ നമ്മുടെ കട്ട്ല മീനിൻ്റെ 2 കഷ്ണം ഉണ്ടായിരുന്നു കേട്ടോ. അത് എല്ല് കഷ്ണമാണ് കേട്ടോ. അതുകൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തു. ഇനി ഇത് നന്നായി തന്നെ ഒന്ന് തിളച്ച് വരട്ടെ കേട്ടോ. ഇപ്പം നമ്മൾ നോക്കിയപ്പോൾ ഉപ്പ് കുറവായപ്പോൾ കുറച്ച് ഉപ്പ് കൂടെ ചേർത്ത് കൊടുത്ത് നന്നായി തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഒടിയൊന്നുമില്ല കേട്ടോ, നമ്മൾ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇളക്കിയെടുക്കുന്ന സമയത്ത്. ഇപ്പം നമ്മുടെ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. നന്നായി തന്നെ തിളച്ച് എന്താ പറയുക, നമ്മുടെ മീനൊക്കെ വെന്ത് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ തീ ഓഫ് ചെയ്ത് കൊടുത്തു. പിന്നെ ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള മീൻ കറി റെഡി ആയിട്ടുണ്ട്. ഇത് കഴിക്കാൻ നമ്മുടെ പൊറോട്ട, ചപ്പാത്തി ഇതിനൊക്കെ നല്ല ബെസ്റ്റ് കോമ്പിനേഷനാണ് കേട്ടോ. ചോറിനെക്കാട്ടിലും ഇതിൻ്റെ കൂടെ കഴിക്കാൻ നല്ലത് ചപ്പാത്തിയും പൊറോട്ടയൊക്കെയാണ് കേട്ടോ. അപ്പോൾ അത് റെഡിയായപ്പോൾ ഞാനതൊന്ന് മാറ്റി വെച്ച് കൊടുത്തു കേട്ടോ. ഇനി നമുക്ക് മീൻ വറുത്തെടുക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ആ നേരം കൊണ്ട് കുറച്ച് നേരം ഇവിടെ വന്നിരുന്നു. അപ്പോൾ എന്നെ കണ്ടപ്പോൾ അശ്വിൻ പറയുക കുറുമ്പ് കാണിച്ചുകൊണ്ടേ ഇരിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ കെട്ടിയിടണം പറഞ്ഞപ്പോൾ അമ്മ എന്നെ ഒന്ന് കെട്ടിയിട്ടോ പറഞ്ഞിട്ട് എൻ്റെ ഷാള് കൊണ്ട് കെട്ടാൻ പറയണം കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ കയ്യിൽ കെട്ടിയിട്ട് അതിങ്ങനെ എന്താ പറയുക, നമ്മുടെ സെറ്റിയിലൊന്ന് വെച്ച് കൊടുത്തതാണ് കേട്ടോ. അപ്പോൾ നമുക്കിനി ഉണ്ണുന്ന സമയത്ത് മീൻ വറുക്കാൻ പറഞ്ഞിട്ടാണ് കേട്ടോ. അപ്പോൾ എന്താ പറയുക, ചൂടോടെ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ കുറച്ച് നേരം അങ്ങനെ അവരോട് വന്നിരുന്നാണ് കേട്ടോ. പിന്നെ അതിന് ശേഷം വേഗം വന്നിട്ട് പിന്നെ നമ്മൾ മീൻ വറുക്കാൻ വെച്ചു. അപ്പോൾ എന്താ പറയുക, മീൻ വറന്ന് വരുമ്പോഴേക്കും നമുക്ക് ഉണ്ണേണ്ട സമയം കറക്റ്റ് ആവും കേട്ടോ. അപ്പോൾ നമ്മൾ ചീനച്ചട്ടിയൊക്കെ വെച്ച് കൊടുത്ത് ആവശ്യത്തിനുള്ള എണ്ണ ചേർത്ത് കൊടുത്ത് മീനൊന്ന് വറുത്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ച് പീസ് മാത്രമേ വറുത്തെടുക്കുന്നുള്ളൂ കേട്ടോ. അധികം പീസൊന്നും വറുത്തെടുക്കുന്നില്ല. പിന്നെ നമുക്ക് വേണ്ട സമയത്ത് വറക്കാലോ പറഞ്ഞിട്ടാണ് കേട്ടോ. ഇവിടെ മീനും ഇറച്ചിയൊക്കെ വാങ്ങിക്കഴിഞ്ഞാൽ ആരും അങ്ങനെ കഴിക്കില്ല കേട്ടോ. കുട്ടികളൊന്നും അവർക്കൊക്കെ പച്ചക്കറി കഴിക്കാനാണ് കൂടുതൽ താല്പര്യം കേട്ടോ. ഇപ്പോൾ ഈ പറയുന്ന എനിക്കും മീൻ ഇറച്ചിയോട് വലിയ താല്പര്യമൊന്നുമില്ല. പക്ഷേ നമ്മൾ ഇതും കഴിക്കണ്ടേ പറഞ്ഞിട്ടാണ് കേട്ടോ നമ്മൾ ഇടയ്ക്കൊക്കെ ഇതൊന്ന് വാങ്ങുന്നത്. കൂടുതൽ ഇവർക്ക് എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടം പച്ചക്കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ മീൻ വറുക്കാനിട്ടിട്ടുണ്ട്. കണ്ടോ, തണുത്ത് വരുമ്പോൾ നമ്മുടെ മീൻ ചാറ് ഇങ്ങനെ ഇരിക്കും കേട്ടോ. കാണാനും കഴിക്കാനും നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാനൊന്ന് കാണിച്ചു തന്നാണ്. ഈ സമയം കൊണ്ട് നമ്മുടെ മീനൊക്കെ വറുത്ത് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഞാനതൊക്കെ ഒന്ന് പാത്രത്തിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമ്മുടെ മീൻ വറവും അതുപോലെ നമ്മുടെ മീൻ ചാറൊക്കെ റെഡി ആയിട്ടുണ്ട്. ഞാൻ പിന്നെ വേഗം തന്നെ പോയിട്ട് നമ്മുടെ ചോറൊക്കെ ഒന്ന് വാർത്തത് എടുത്തിട്ട് വന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ അശ്വിൻ കൊണ്ടുവന്നത് പൊറോട്ടയാണ് കേട്ടോ. ഇതിൻ്റെ കൂടെ കഴിക്കാൻ പൊറോട്ട നല്ല ടേസ്റ്റാണെന്ന് ഞാൻ പറഞ്ഞപ്പോൾ കുട്ടികൾക്ക് ഒരേ നിർബന്ധം പൊറോട്ട വേണമെന്ന് കേട്ടോ. അപ്പോൾ പിന്നെ ഏട്ടൻ പോയിട്ട് 4 പൊറോട്ട വാങ്ങിയിട്ട് വന്നു കേട്ടോ. അപ്പോൾ പിന്നെ പൊറോട്ട കഴിക്കാമല്ലോ. പിന്നെ നമ്മൾ ചോറ് 2 നേരത്തിന് വെച്ചാണ് പിന്നെ ചോറ് ബാലൻസ് ആവുകയും ചെയ്യും കേട്ടോ. ശരി, സാരില്ല, അവരുടെ ആഗ്രഹമല്ലേ പറഞ്ഞിട്ട് പിന്നെ നമ്മൾ പിന്നെ വാങ്ങിയിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. 4 എണ്ണം വാങ്ങിയിട്ടുള്ളൂ കേട്ടോ, അധികമൊന്നും വാങ്ങിയിട്ടില്ല. അങ്ങനെ അതെല്ലാം എടുത്തിട്ട് കഴിക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ അശ്വിൻ്റെ ഡാൻസൊക്കെ ഉണ്ടായിരുന്നു ഇടയിൽ. അതിന് ശേഷം പിന്നെ നമ്മൾ കഴിക്കാനുള്ള ചോറും അതുപോലെ നമ്മുടെ കിണ്ണും എല്ലാം കൊണ്ടുപോയതാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു പൊറോട്ട നീ കാണിച്ചു കൊടുത്തു ചോദിച്ചപ്പോൾ അവൻ ഇല്ല പറഞ്ഞിട്ട് അവിടുന്ന് ഓടി വന്നിട്ട് നിങ്ങൾക്ക് പൊറോട്ട കാണിച്ചു തന്നതാണ് കേട്ടോ. അവന് ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനും കാണിച്ചു തരാനും ഒക്കെ വേണ്ടിയിട്ട്. അപ്പോൾ വേഗം തന്നെ അതൊന്ന് കാണിച്ചു തന്നതാണ്. അതിന് ശേഷം പിന്നെ ഞങ്ങൾ എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പൊറോട്ടയും ചോറും മീൻ വറുത്തതും മീൻ ചാറും പിന്നെ നമ്മൾ ഇന്നലെ വറുത്തിട്ടുണ്ടായിരുന്ന കുറച്ച് വറ്റലൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അതൊക്കെ കൂട്ടിയിട്ടായിരുന്നു നമ്മൾ ഭക്ഷണം കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ ഞായറാഴ്ചത്തെ രാവിലെ തുടങ്ങിയിട്ടുള്ള വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ വിശേഷങ്ങളും റെസിപ്പികളും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ എല്ലാ ദിവസവും ഉച്ചക്ക് 12:15 വീഡിയോ ഇടുന്നതായിരിക്കും കേട്ടോ. അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നാളെ ഉച്ചക്ക് 12:15 പുതിയൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ.